അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 3mm ഹുക്ക് സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. എല്ലാ ക്രോഷയുടെ പ്രൊജക്റ്റുകളിലും അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് പഠിക്കണം. സ്ലിപ്പ് നോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയിൻ സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ യാണിനെ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക, 2 ഫിംഗറും കൊണ്ട് റൗണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പോർഷൻ ഈ എൻഡിനെ പറയുന്ന പേരാണ് ടെയിൽ എൻഡ്. ടെയിൽ എൻഡ് എന്നാണ് ഈ എൻഡിനെ പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള യാണിനെ പറയുന്നത് വർക്കിംഗ് യാണെന്നാണ്. അതായത് ഇത് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ മേപ്പോട്ട് കൊടുക്കുന്ന യാണാണിത്. അതിനെ നമ്മൾ റണ്ണിങ് യാണെന്ന് പറയും, അല്ലെങ്കിൽ വർക്കിംഗ് യാണ്. ഇതിനെ വിളിക്കുന്ന പേര് ടെയിൽ എൻഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് പഠിക്കാം. ആദ്യം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ റണ്ണിങ് യാണിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചു കൊടുക്കുക. പുറത്തേക്ക് വലിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നോട്ട് വീഴും. ഈ നോട്ടാണ് സ്ലിപ്പ് നോട്ട്. ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഹുക്കിലേക്ക് കടത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, സ്ലിപ്പ് നോട്ടായി. ഇനി ഞാൻ സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഈ ഹുക്കിനെ ഈ യാണിൻ്റെ ബാക്ക് സൈഡിലേക്ക് പിടിക്കുക. ബാക്ക് സൈഡിലേക്ക് പിടിച്ച് ജസ്റ്റ് ഒന്ന് യാണിൻ്റെ താഴത്തേക്കൂടെ, അതായത് ടെയിലിൻ്റെ താഴത്തേക്കൂടെ ഹുക്കിനെ കറക്കിയെടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഈ റണ്ണിങ് യാൺ എടുത്ത് യാൺ ഓവർ ചെയ്യുക. അതായത് ഇത് ഹുക്കാണ്. ഈ ഹുക്കിൻ്റെ മുകളിൽ യാണിനെ വെക്കുന്നതിനെയാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ലിപ്പ് നോട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ അവിടെ നോട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഹുക്ക്, ഇത് റണ്ണിങ് യാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളെപ്പോഴും യാൺ പിടിക്കാനായിട്ട് ഈ 2 ഫിംഗറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 2 ഫിംഗറിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ യാൺ ഇങ്ങനെ വെച്ച് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ യാണും ഫിംഗറും തമ്മിൽ വരുന്ന ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിലായിരിക്കണം. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് നോക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിലെ യാൺ ഓവർ ചെയ്യുക. ഈ റൗണ്ടിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 കിട്ടി. ദെൻ വീണ്ടും യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5, ചെയിൻ 6, ചെയിൻ 7. നമ്മൾ എല്ലാം ഒരേ ടെൻഷനിൽ വേണം ചെയിനുകൾ ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വലുപ്പം കൂടിയും കുറഞ്ഞും പോകും. ഇങ്ങനെ നമ്മൾ ചെയിനുകൾ ഓരോന്നും ചെയ്തിട്ടെടുക്കുക. യാൺ ഓവർ ചെയ്യുക, സർക്കിളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്യുക, ലൂപ്പിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്യുക, ലൂപ്പിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ ഔട്ട് സൈഡ്. ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടുന്നത്. ഒരേ വലുപ്പത്തിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അടുത്ത സ്റ്റിച്ച് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ അന്നേരത്തേക്കും ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ വർക്കുകളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.